ഇന്ത്യ ശ്രീലങ്ക മൂന്നാം 2020 മത്സരവും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. രാജകീയമായാണ് ഇന്ത്യ മടങ്ങുന്നത്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3 മത്സരവും വിജയിച്ചാണ് ഇന്ത്യയുടെ തലയുയർത്തിയുള്ള മടക്കം. 2 മത്സരങ്ങൾ മുൻപ് തന്നെ ജയിച്ച ഇന്ത്യ പരമ്പര ഉറപ്പിച്ചിരുന്നു. എന്നാൽ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3-ൽ 3 വിജയം നേടി രാജകീയമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചുവരവ്. ഇന്നലെ അവസാന 2020 മത്സരത്തിൽ ഇന്ത്യ ഒരു തോൽവിയിലേക്ക് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു കളിയുടെ ഗതി. കളിയുടെ അവസാനം വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയത്. അവസാനം സൂപ്പർ ഓവർ വരെ വേണ്ടി വന്നു ആ കളിയുടെ വിജയനിർണയത്തിന് വേണ്ടിയിട്ട്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 137 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ 9 വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു. ആദ്യം ഓപ്പണിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും നല്ല തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. എന്നാൽ ജയ്സ്വാളിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 9 ബോളിൽ 10 റൺസ് എടുത്ത് ജയ്സ്വാൾ മടങ്ങി. പിന്നീട് വന്നത് സഞ്ജു സാംസണാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കളിയുടെ ഗോൾഡൻ ഡക്കിൽ നിന്നും തിരിച്ചൊരു നല്ലൊരു മികച്ച ഇന്നിങ്സ് ആണ് എല്ലാവരും സഞ്ജു സാംസണിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ ഋഷഭ് പന്തിന് പകരം സഞ്ജു സാംസൺ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകളും ഏറെയായിരുന്നു. കഴിഞ്ഞ കളി സംപൂജ്യനായി മടങ്ങിയ സഞ്ജു സാംസൺ ഈ കളി ബാക്കിയുള്ളവരുടെ പ്രതീക്ഷകൾ നിലനിർത്തും എന്ന് കരുതിയ നിമിഷം. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ഒരുപക്ഷെ ഇന്നത്തെ കളിയിൽ സൈഡ് ബെഞ്ചിലായിരിക്കാം സഞ്ജു സാംസന്റെ സ്ഥാനം എന്നായിരിക്കാം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ കോച്ച് ഗൗതം ഗംഭീറിന്റെയും ടീം മാനേജ്മെന്റിന്റെയും ടീം ക്യാപ്റ്റന്റെയും തീരുമാനത്തിലാവാം സഞ്ജു സാംസന് വീണ്ടും ഒരു അവസരം കൂടി ഇന്ത്യ ഇന്നലെ നൽകിയത്. എന്നാൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. 4 ബോളിൽ 1 റൺസ് പോലും എടുക്കാതെയായിരുന്നു സഞ്ജു സാംസന്റെ നിരാശയോടുള്ള മടക്കം. ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കേണ്ട സ്ഥലത്ത് സംപൂജ്യനായുള്ള മടക്കം. എന്ത് പറ്റി സഞ്ജു സാംസൺ നിങ്ങൾക്ക്? പിന്നാലെ വന്ന റിങ്കു സിംഗും 2 ബോളിൽ 1 റൺസ് മാത്രമാണ് നേടിയത്. അതിനുശേഷം ക്യാപ്റ്റൻ ഇറങ്ങി സൂര്യകുമാർ യാദവ് 9 ബോളിൽ 8 റൺസ് മാത്രം. 100 റൺസ് തികയ്ക്കുമ്പോഴേക്കും ഇന്ത്യയുടെ 6 ബാറ്റ്സ്മാൻമാർ കൂടാരം കയറി. ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ എന്നീ 6 ബാറ്റ്സ്മാൻമാരുമാണ് കൂടാരം കയറിയത്. അവസാനം ഒന്ന് പൊരുതി നോക്കിയത് റയാൻ പരാഗും ആദ്യമായി അവസരം കിട്ടിയ വാഷിംഗ്ടൺ സുന്ദറുമാണ്. തന്റെ അവസരം കൃത്യമായി മുതലെടുത്തത് വാഷിംഗ്ടൺ സുന്ദറാണ്. അത് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും. അവസാന സമയം 18 ബോളിൽ 26 റൺസാണ് റയാൻ പരാഗ് നേടിയത്. വാഷിംഗ്ടൺ സുന്ദർ ആവട്ടെ 18 ബോളിൽ 25 റൺസും. അവസാന 20 ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യ 137 റൺസാണ് സ്കോർ ബോർഡിലേക്ക് കൂട്ടിച്ചേർത്തത്. ഒരു ആശ്വാസ വിജയമെങ്കിലും ഉറപ്പിച്ചായിരിക്കാം ശ്രീലങ്ക അന്ന് മൈതാനത്തേക്ക് ഇറങ്ങിയത്. അതുപോലെയായിരുന്നു അവരുടെ ബാറ്റിംഗ് ശൈലിയും തുടക്കവും. മികച്ച തുടക്കം തന്നെയായിരുന്നു ഇന്നലെ ശ്രീലങ്ക കാഴ്ചവെച്ചത്. ശ്രീലങ്കയ്ക്കായി ഇന്നലെ തീഷ്ണ 28 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടുകയും ഹസരംഗ 29 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടുകയും ചെയ്തു. ശ്രീലങ്കയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ മികച്ചതായിരുന്നു. നിസംഗയും മെൻഡിസും ചേർന്ന് നല്ലൊരു ടോട്ടലിലേക്ക് തന്നെയാണ് ശ്രീലങ്കയെ ആദ്യ വിക്കറ്റിൽ നയിച്ചത്. ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ ശ്രീലങ്കയ്ക്ക് 58 റൺസാണ് ഉണ്ടായിരുന്നത്. അതും 8.5 ഓവറിൽ. അവരുടെ ഓപ്പണറായ നിസംഗ 27 ബോളിൽ 26 റൺസും മെൻഡിസ് 41 ബോളിൽ 43 റൺസും ഇന്നലെ നേടി. നിസംഗയ്ക്ക് ശേഷം ഇറങ്ങിയ കുശാൽ പെരേര 34 ബോളിൽ 46 റൺസാണ് ഇന്നലെ നേടിയത്. ഒരുപക്ഷെ അദ്ദേഹം ഔട്ടായില്ലായിരുന്നുവെങ്കിൽ ഈ കളിയുടെ ഗതി തന്നെ മാറിയേനെ. ഈ കളിയുടെ വിജയം അനായാസമായി ശ്രീലങ്കയുടെ ഭാഗത്ത് ഉണ്ടായേനെ. എന്നാൽ കുശാൽ മെൻഡിസിന്റെ വിക്കറ്റ് വീണതോടുകൂടി വീണ്ടും ബോളർമാരുടെ അറ്റാക്കിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. 110-ന് 2 എന്ന നിലയിൽ നിന്ന് 132-ന് 8 എന്ന നിലയിലേക്ക് എത്തി ശ്രീലങ്ക. അതിന് ഇന്നലെ ചുക്കാൻ പഠിച്ചത് ഇന്ത്യയുടെ ബോളർമാരാണ്, ബാറ്റ്സ്മാൻമാരാണ്. പാർട്ട് ടൈം ബോളേഴ്സ് മാത്രം. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും റിങ്കു സിംഗും. ഇന്നലെ ഇരുവരും ചേർന്ന് അവസാനം നേടിയത് 4 വിക്കറ്റുകളാണ്. ഇന്ത്യൻ ബോളിംഗിൽ മുഹമ്മദ് സിറാജിനും ഖലീൽ അഹമ്മദിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 1 വിക്കറ്റ് പോലും ഇരുവർക്കും നേടാനായതുമില്ല. വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റുകളാണ് ഇന്നലെ നേടിയത്. കിട്ടിയ അവസരം ബാറ്റിങ്ങിലും ബോളിങ്ങിലും കൃത്യമായി
ഉൾപ്പെടുത്തി അദ്ദേഹം തൻ്റെ സ്ഥാനം നിലനിർത്തും എന്ന് തോന്നിപ്പോയി. സ്പിൻ ബോളിങ്ങിൽ തിളങ്ങിയത് രവി ബിഷ്ണോയിയാണ്. ബോളർമാരിൽ 2 വിക്കറ്റുകളാണ് ഇന്നലെ അദ്ദേഹം എടുത്തത്. എന്നാൽ എടുത്തു പറയേണ്ടത് സൂര്യകുമാർ യാദവിനെ കുറിച്ചും റിങ്കു സിംഗിനെ കുറിച്ചുമാണ്. റിങ്കു സിംഗ് ഓരോ ഓവറിൽ 3 റൺസ് വഴങ്ങി 2 വിക്കറ്റുകളാണ് ഇന്നലെ എടുത്തത്. സൂര്യകുമാർ യാദവും ഇന്നലെ ഓരോ ഓവർ എറിഞ്ഞു. ഓരോ ഓവറിൽ 5 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 6 റൺസ് മാത്രം. ആരെ ബോൾ ഏൽപ്പിക്കുമെന്ന് എല്ലാവരും കണ്ണുമീഴ്ച്ച് തുറിച്ച് നിന്ന സമയത്ത് സൂര്യകുമാർ തന്നെ ആ പദവിയിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് പന്തെറിയാൻ വരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അനായാസം 1 ബോളിൽ അല്ലെങ്കിൽ 2 ബോളിൽ ശ്രീലങ്ക വിജയം കാണും എന്നാണ്. എന്നാൽ സൂര്യകുമാർ യാദവിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ ഒരു ഓവറിൽ 6 റൺസിന് പകരം 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റും എടുത്ത് ഇന്ത്യയുടെ രക്ഷകനായി സൂര്യകുമാർ യാദവ്. അങ്ങനെ അവസാന ബോളിൽ 2 റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം കളിയെ സൂപ്പർ ഓവറിലേക്ക് നയിച്ചു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയത് ശ്രീലങ്കയാണ്. എന്നാൽ 2 റൺസ് സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്തപ്പോൾ തന്നെ ഇന്ത്യയുടെ ബോളറായ ആദ്യമായി അവസരം കിട്ടിയ വാഷിംഗ്ടൺ സുന്ദർ ആ 2 വിക്കറ്റുകളും പിഴുതെടുത്തു. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 6 ബോളിൽ 3 റൺസ് മാത്രം. സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗില്ലും കളിക്കളത്തിലേക്ക് വന്നു. ആദ്യ പന്തിൽ തന്നെ ഫോർ സൂര്യകുമാർ യാദവ്. അങ്ങനെ അനായാസമായി ശ്രീലങ്കയ്ക്കെതിരെ സൂപ്പർ ഓവറിൽ ഇന്ത്യ വിജയിച്ചു കയറുന്നു. പറഞ്ഞു വന്നത് ഇന്ത്യൻ ബോളർമാർ പരാജയപ്പെട്ടെടുത്ത് ഇന്ത്യൻ പാർട്ട് ടൈം ബോളർമാർ ജയിക്കുന്ന അവസ്ഥയാണ്. ശ്രീലങ്കയുടെ വിക്കറ്റ് നേടാൻ ഇന്ത്യയുടെ പാർട്ട് ടൈം ബോളേഴ്സിനെ തന്നെ ആവശ്യമായി വന്നു. ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാന മത്സരത്തിൽ റണ്ണ് വിട്ടുകൊടുക്കുന്നത് മാത്രമേ ഇന്ത്യൻ ബോളർമാർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതുപോലെ ഒരുപാട് ഇന്ത്യൻ പാർട്ട് ടൈം ബോളർമാരെ കണ്ട സമയമുണ്ട്. വീരേന്ദ്ര സെവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, അതുപോലെ തന്നെ യുവരാജ് സിംഗ്, ഇതുപോലെ ഒരുപാട് പാർട്ട് ടൈം ബോളേഴ്സ് ഉണ്ട്, റെയ്ന അടക്കം. ആ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് സൂര്യകുമാർ യാദവും റയാൻ പരാഗും റിങ്കു സിംഗും ഒക്കെ. അതുകൊണ്ട് ഇന്ത്യക്ക് ആശ്വസിക്കാം. ഏത് തരത്തിലും ഏത് സമയത്തും ബോൾ ഏൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായി വാഴ്ത്തപ്പെടുന്ന റയാൻ പരാഗും റിങ്കു സിംഗുമൊക്കെ മികച്ച രീതിയിൽ പന്തെറിയുകയും ബാറ്റിംഗ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏത് വിജയം അനായാസമായിരിക്കും. എന്നാൽ സഞ്ജു സാംസൺ ഇന്നലെ നിരാശയോടെയാണ് ബാറ്റിങ്ങിൽ നിന്ന് മടങ്ങിയത്. എന്നാൽ വിക്കറ്റ് കീപ്പിംഗിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്ത് കാഴ്ചവെക്കുകയും ചെയ്തു. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 2 ക്യാച്ചുകളാണ് ഇന്നലെ അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗിൽ നിന്ന് നേടിയത്. അത് ഒരിക്കലും വിസ്മരിച്ച് കളയാനും സാധിക്കില്ല.